ഹായ് ഓൾ, MS എക്സലിൽ ഞാനൊരു മാർക്ക് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചാർട്ട് എന്ന് പറഞ്ഞ ഒരു കോളം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മാർക്ക് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം. അത് സിംഗിൾ സെല്ലിൽ തന്നെ, വലിയ ചാർട്ടിലാണ് സിംഗിൾ സെല്ലിന്റെ ഉള്ളിൽ ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ഇൻസേർട്ട് ടാബ് എടുക്കുക, അതിൽ സ്പാർക്ക് ലൈനിന്റെ അണ്ടറിൽ കോളം എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മാർക്സുള്ള സെൽസ് എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. നോക്കൂ, ചാർട്ട് വന്നു. സിംഗിൾ സെല്ലിൽ ചാർട്ട് വന്നു. ചാർട്ട് വരുന്നതിലല്ല കാര്യം, സിംഗിൾ സെല്ലിൽ വരുന്നതാണ് കാര്യം. മറ്റു ചാർട്ടുകളെല്ലാം വലുതായിട്ടാണ് വരുന്നത്. സിംഗിൾ സെല്ലിൽ ചാർട്ട് വന്നു. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ കൊടുക്കാം. ഞാൻ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. കൊടുത്തു. ഇത് നമുക്ക് താഴോട്ട് അപ്ലൈ ചെയ്യാം. നോക്കൂ, എല്ലാ സ്റ്റുഡന്റിന്റെയും മാർക്സ് ചാർട്ടായിട്ട് ഒരു സിംഗിൾ സെല്ലിൽ വന്നിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് ഓരോ കുട്ടികളുടെയും മാർക്ക് അനലൈസ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എടുത്തത് ഇൻസേർട്ട് ടാബിൽ സ്പാർക്ക് ലൈനിന്റെ അണ്ടറിൽ കോളമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.